ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ 2024 യൂസ് ചെയ്തതിൽ കുറച്ച് യൂസ്ഫുൾ ആയ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എല്ലാ ആപ്ലിക്കേഷനും ഞാൻ 2024 യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ്ഫുൾ ആയ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വന്ന് ഈ ഒരു വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലോക്കൽ സെൻഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കായാലും ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കായാലും ആൻഡ്രോയിഡിൽ നിന്ന് മാക്കിലേക്കായാലും എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ ഒരു ആപ്ലിക്കേഷനാണ് ലോക്കൽ സെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഇന്റർഫേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഫയൽസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ദെൻ നമുക്ക് റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ID. കൂൾ കാറ്റ് എന്നാണ് IDയുടെ പേര് വരുന്നത്. ഇതിൽ നമ്മൾ ഫയൽസ് ആർക്കാണോ ഷെയർ ചെയ്യുന്നത് അവരും, അതുപോലെ ആരാണ് ഷെയർ ചെയ്യുന്നത് അവരും, അവർ രണ്ടാളും ഒരു വൈഫൈയിൽ കണക്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. വേറെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര GB ഫയൽ വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി ഇത് ആർക്കൊക്കെ യൂസ് ആവുമെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്, അതുപോലെ ആൻഡ്രോയിഡ് ഫോണും ഉണ്ട്. നിങ്ങൾ ഐഫോണിൽ വീഡിയോസ് ഒക്കെ എടുത്ത് ആൻഡ്രോയിഡിൽ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഫയൽസ് ഒക്കെ വേഗം ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ടൂറൊക്കെ പോയിട്ട് വന്നിട്ട് ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് OSS ഡോക്യുമെന്റ് സ്കാനർ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ ഇതൊരു സ്കാനർ ആണ്. നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റിയ കിഡിലൻ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവും. ഇത് ഞാൻ നേരത്തെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്യാമറയുടെ ഓപ്ഷൻ ഉണ്ട്, അതേപോലെ നിങ്ങളുടെ ഓൾറെഡി ഉള്ള PDF കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് ക്യാമറ ഇതേപോലെ ഓൺ ആവുന്നതാണ്. ദെൻ നിങ്ങൾ എവിടെയാണോ സ്കാൻ ചെയ്യേണ്ടത് അത് ഇതുപോലെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, എത്ര ദൂരത്തുനിന്നാലും ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കാൻ ചെയ്തിട്ട് ഇതുപോലെ എടുക്കാൻ പറ്റും. നമ്മൾ നോർമലി ഫോട്ടോ എടുക്കുന്ന പോലെയൊന്നുമല്ല, കറക്റ്റായിട്ട് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ സ്കാൻ ചെയ്ത ഡോക്യുമെന്റ്സ് ഇതിൽ തന്നെ ഇതേപോലെ സ്റ്റോർ ആയിട്ടും കിടക്കുന്നതാണ്. നിങ്ങൾക്ക് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ് പോലെ തുടങ്ങിയ ഡോക്യുമെന്റ്സ് ഒക്കെ ഇതേപോലെ സ്കാൻ ചെയ്ത് ഇതിൽ സൂക്ഷിക്കാനും പറ്റും. ദെൻ ഇവിടെ കുറച്ചധികം സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളും. നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് റീനെയിം, സെലക്ട്, ട്രാൻസ്ഫോം അങ്ങനെയൊക്കെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ PDF ആയിട്ട് ഷെയർ ചെയ്യാനും ഓപ്പൺ ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഇത് വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ഓർഗനൈസ് ആയിട്ട് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഡേ ബൈ ഡേ ടാസ്ക് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇനി പുതിയ കൊല്ലല്ലേ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് കീപ് നോട്ട്സ് എന്നാണ്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഇവിടെ ഇമേജ്, ഡ്രോയിങ്, ലിസ്റ്റ്, ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇമേജസും സ്റ്റോർ ചെയ്ത് വെക്കാം, അതേപോലെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ ടുഡേ ആണെങ്കിൽ ടുഡേ എന്ന് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് എന്താണോ ഇന്ന് ഫിനിഷ് ചെയ്യേണ്ട വർക്ക്, ഇപ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ടിക്ക് കൊടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും എപ്പോൾ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. സോ നിങ്ങൾ ഇതേപോലെ നോട്ടിൽ ഇതേപോലെ ഡേ ബൈ ഡേ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതേപോലെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇമേജസും കാര്യങ്ങളൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിമൈൻഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. 2025 നന്നാവണം, കുറച്ചധികം പ്രൊഡക്റ്റീവ് ആവണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ് ചെയ്യുക. കിഡിലാണ്. സോ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വന്ന് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഫോണിൽ കുറേ അധികം വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് ബുക്സിൻ്റെ ഒക്കെ PDF കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ നോട്ട്സ് ഒക്കെ PDF ആയിട്ട് തരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം MJ PDF എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് ആണുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു PDF ഇതിലേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി.
വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ നോർമലി PDF റീഡർ എങ്ങനെയാണോ അങ്ങനെയാണ് ഇതുള്ളത്. സൂം ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടൻസ് എന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് കുറേ അധികം കോളേജിൽ നിന്നൊക്കെ കുറേ അധികം PDF കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിലെന്തെങ്കിലും കോളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേബിൾ ഓഫ് കോണ്ടന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടേബിൾസോ കാര്യങ്ങളോ ഒന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ PDF-ൽ എന്തെങ്കിലും ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക്സ് ഇൻ ദ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ലിങ്ക് ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള PDF റീഡർ ആണ് ഇത് എന്ന് പറയുന്നത്. എനിക്ക് 2024 നല്ല രീതിക്ക് യൂസ്ഫുൾ ആയ ഒരു കിഡിലെ ആപ്ലിക്കേഷനാണ് ഇത് എന്ന് പറയുന്നത്. വളരെ ഓർഗനൈസ് ആയിട്ട് നിങ്ങൾ പുസ്തകങ്ങളൊക്കെ PDF ഒക്കെ വായിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആമസോണിൽ കുറേ അധികം പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് കീപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് ആണോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് ഇതേപോലെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചധികം പ്ലാറ്റ്ഫോംസ് ഉള്ള അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. നിങ്ങളിവിടെ ആമസോണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ടാവും. എത്രയാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഇതിൻ്റെ വന്നിട്ടുള്ളത്, എത്രയാണ് ഹയസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ മനസ്സിൽ എത്രയാണോ ഇതിനൊരു പ്രൈസ്, ആ ഒരു പ്രൈസ് വരുന്ന സമയത്ത് റിമൈൻഡറും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് നിങ്ങൾ ഇതിൽ സൈൻ ഇൻ ചെയ്താൽ മതി. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ആമസോണിൽ നിന്നൊക്കെ കുറേ അധികം പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. വളരെയധികം റിലാക്സ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഗെയിമാണ് അടുത്തത് എന്ന് പറയുന്നത്. അപ്പോൾ റോയൽ മാച്ച് എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ആയിരിക്കും ഗെയിം കളിക്കുക. സോ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആഡ്സ് ഒക്കെ വരുന്നത് ഭയങ്കര ഒരു ബോറായിട്ടുള്ള ഒരു പരിപാടി. നമ്മൾ റിലാക്സ് ആവാൻ വേണ്ടി ഗെയിമൊക്കെ കളിക്കുന്ന ടൈമിൽ. സോ ഇതിൽ ആഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ റിലാക്സ് ആയിട്ട് കൂളായിട്ട് കളിക്കാൻ പറ്റുക. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഗെയിമൊന്നുമല്ല, റിലാക്സിൽ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ്. നമ്മളിപ്പോൾ ലെവൽ 3 ആണ്. ഇതിപ്പം എൻ്റെ സെക്കൻഡറി ഫോൺ ആയതുകൊണ്ടാണ് ലെവൽ 3. എൻ്റെ മെയിൻ ഫോണിലാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിപ്പം സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഫോണാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാം തീർന്ന ഒരു ഫോണാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് വരും. ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. വളരെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഗെയിം. അതായത് വളരെയധികം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കുറേയധികം വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെയൊക്കെ പോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നെറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ആഡ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതായത് ഇപ്പം നമ്മൾ വേറെ പല ആപ്ലിക്കേഷൻസ് വേറെ പല ഗെയിംസ് ഒക്കെ നോക്കും. ഇതുപോലെ തന്നെ വേറെ ഗെയിംസ് ഒക്കെ നോക്കുന്ന ടൈമിൽ നമ്മൾ കളിച്ചുകൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് തന്നെ വേറെ കുറേ ആഡ്സും കാര്യങ്ങളൊക്കെ വരും. സോ നമ്മൾ ഗെയിം കളിക്കാനുള്ള മൂഡ് പോകും. കാരണം നമ്മൾ റിലാക്സ് ചെയ്യാനാണ് ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ ആഡ്സ് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം പരിപാടിയാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു വിധത്തിൽ ആഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് കൂളായിട്ട് കളിക്കാൻ പറ്റിയ കിഡിലൻ ഗെയിമുമാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സോ നിങ്ങളും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ അഡിക്റ്റ് ആവാണ്ടൊക്കെ നോക്കുക. ഒരു ലിമിറ്റൊക്കെ വെച്ച് മാത്രം ഗെയിമൊക്കെ കളിക്കുക. അപ്പോൾ ഗൈസ് ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ കുറച്ച് ആപ്ലിക്കേഷൻസ്. സോ നിങ്ങൾ 2024 യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ യൂസ് ചെയ്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ കുറേയധികം വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.